പ്രിയമുള്ളവരെ, വചനജ്വാല 1604 ജനുവരി 21 ബുധനാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചനവായനയിൽ ഏശയ്യായുടെ പുസ്തകം 57-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. നീതിമാൻ നശിക്കുന്നു, ആരും കാര്യമാക്കുന്നില്ല. ഭക്തർ തുടച്ചു മാറ്റപ്പെടുന്നു, ആരും ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ നീതിമാൻ വിനാശത്തിൽ നിന്ന് എടുക്കപ്പെടും, അവൻ സമാധാനത്തിൽ പ്രവേശിക്കും. സന്മാർഗനിരതൻ കിടക്കയിൽ വിശ്രമം കൊള്ളും. ആഭിചാരികയുടെ പുത്രന്മാരെ, വ്യഭിചാരികളുടെയും സ്വൈരിണികളെയും സന്തതികളെ അടുത്തു വരുവിൻ. ആരെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത്? ആർക്കെതിരായാണ് നിങ്ങൾ വാ പൊളിക്കുകയും നാവ് നീട്ടുകയും ചെയ്യുന്നത്? അതിക്രമത്തിൻ്റെയും വഞ്ചനയുടെയും സന്തതികളല്ലേ നിങ്ങൾ? ഓക്കുമരങ്ങൾക്കിടയിലും ഓരോ പച്ചമരത്തിൻ്റെ ചുവട്ടിലും നിങ്ങൾ വിഷയാസക്തിയിൽ ജ്വലിക്കുന്നു. താഴ്വരകളിലും പാറയിടുക്കുകളിലും നിങ്ങൾ ശിശുക്കളെ കുരുതി കഴിക്കുന്നു. താഴ്വരകളിലെ മിനുസമുള്ള കല്ലുകൾക്കിടയിലാണ് നിന്റെ അവകാശം. അവ തന്നെയാണ് നിന്റെ ഓഹരി. അവയ്ക്ക് നീ ദ്രാവക നൈവേദ്യമൊഴുക്കി ധാന്യബലി അർപ്പിച്ചു. ഇവ കണ്ട് ഞാൻ അടങ്ങണമെന്നോ? ഉയർന്ന ഗിരിശൃംഗത്തിൽ നീ ശയ്യയൊരുക്കി, നീ അവിടെ ബലിയർപ്പിക്കാൻ പോയി. വാതിലിനും വാതിൽപ്പടിക്കും പിന്നിൽ നീ അടയാളങ്ങൾ സ്ഥാപിച്ചു. എന്നെ ഉപേക്ഷിച്ച് നീ വസ്ത്രമുരിഞ്ഞ് വിവസ്ത്രശയ്യ ഒരുക്കി അതിൽ കിടന്നു. നീ സഹശയനത്തിന് ആഗ്രഹിക്കുന്നവരുമായി വിലപേശി, നീ അവരുടെ നഗ്നത കണ്ടു. മോളക്കിൻ്റെ അടുത്തേക്ക് നീ തൈലവുമായി പോയി, പലരെയും പലതരം സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുപോയി. നീ വിദൂരതയിലേക്ക്, പാതാളത്തിലേക്ക് പോലും ദൂതരെ അയച്ചു. വഴി നടന്ന് നീ തളർന്നു, എങ്കിലും പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് നീ പറഞ്ഞില്ല. ശക്തി വീണ്ടെടുത്തതിനാൽ നീ തളർന്നു വീണില്ല. ആരെ പേടിച്ചാണ് നീ കള്ളം പറഞ്ഞത്? എന്നെ ഓർക്കുകയോ എന്നെപ്പറ്റി ചിന്തിക്കുകയോ ചെയ്യാത്തത് എന്തുകൊണ്ട്? ദീർഘനാൾ നാം നിശബ്ദനായിരുന്നത് കൊണ്ടാണോ നീ എന്നെ ഭയപ്പെടാത്തത്? ഞാൻ നിന്റെ നീതിയും ചെയ്തികളും വെളിപ്പെടുത്താം, പക്ഷേ അവ നിനക്ക് അനുകൂലമാവുകയില്ല. നീ ശേഖരിച്ച വിഗ്രഹങ്ങൾ നിലവിളി കേട്ട് നിന്നെ രക്ഷിക്കട്ടെ. കാറ്റവയെ പറത്തിക്കളയും, ഒരു നിശ്വാസം മതി അവയെ തെറിപ്പിക്കാൻ. എന്നെ ആശ്രയിക്കുന്നവൻ ദേശം കൈവശമാക്കും, അവന് എൻ്റെ വിശുദ്ധഗിരി അവകാശമായി ലഭിക്കും. ശാന്തിയും സൗഖ്യവും. പണിയുവിൻ, വഴിയൊരുക്കുവിൻ. എൻ്റെ ജനത്തിൻ്റെ മാർഗത്തിൽ നിന്ന് പ്രതിബന്ധങ്ങൾ നീക്കിക്കളയുവിൻ എന്ന് ആഹ്വാനം ഉയരും. അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു. ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കന്യകയും രക്തസാക്ഷിയുമായ വിശുദ്ധ ആഗ്നസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. കുഞ്ഞാട് എന്ന
വാച്യാർത്ഥമുള്ള ആഗ്നസ് റോമിലാണ് ജനിച്ചത്. പുണ്യവതിയെ ചിത്രീകരിക്കുമ്പോൾ കുഞ്ഞാടിനെ കയ്യിൽ വഹിക്കുന്നതായിട്ടാണ് കാണപ്പെടുക. പുണ്യവതിയുടെ തിരുനാൾ ദിനം ആശീർവദിക്കുന്ന 2 കുഞ്ഞാടുകളുടെ രോമം ഉപയോഗിച്ചാണ് ആർച്ച് ബിഷപ്പുമാർ അണിയുന്ന പാലീയം നെയ്തെടുത്തിരുന്നത്. ചെറുപ്പത്തിൽ ഈ സുന്ദരിയെ പാണീഗ്രഹണം ചെയ്യാൻ റോമൻ യുവാക്കൾ അഹമഹിമയ ആഗ്രഹിച്ചു. ഒരു സ്വർഗീയ മണവാളനെ തൻ്റെ കന്യകാത്വം നേർന്നു എന്ന മറുപടിയാണ് പറഞ്ഞിരുന്നത്. മധുവചസ്സുകളോ ഭീഷണിയോ അവളുടെ നിശ്ചയത്തിന് വ്യത്യാസം വരുത്തിയില്ല. ആ കാമുകന്മാർ ഇവൾ ക്രിസ്ത്യാനിയാണെന്ന് ആരോപിച്ച് റോമർ ജഡ്ജിനെ കണ്ട് ജൂപ്പിറ്ററിനെ ആരാധിപ്പിക്കാൻ ആജ്ഞാപിച്ചു. വഴങ്ങാതിരുന്നപ്പോൾ മർദ്ദകൾ പീഡനോപകരണങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി. ബിംബത്തിന്റെ അടുക്കലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി ധൂപം പിടിപ്പിച്ചു. ആരും വഴങ്ങില്ല എന്ന് കണ്ടപ്പോൾ വേശ്യാഗ്രഹത്തിൽ അടച്ച് ആർക്കും യഥേഷ്ടം ഉപയോഗിക്കാമെന്ന് കൽപ്പിച്ചു. ഈശോ തന്റെ സ്വന്തമായവരെ സംരക്ഷിക്കും എന്നാണ് ആഗ്നസിന്റെ മറുപടി. ഇതിൽ ക്രുദ്ധനായ ന്യായാധിപൻ ആഗ്നസിന്റെ വസ്ത്രങ്ങൾ നീക്കി നഗ്നയാക്കാൻ ആജ്ഞാപിച്ചു. അവൾ ഭയന്നെങ്കിലും ദൈവത്തിൽ ശരണം വെച്ചു. ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു. ഒരു യുവാവിനെ മാത്രം അവിടെ നിർത്തി എല്ലാവരെയും പലായനം ചെയ്യിച്ചു. അശുദ്ധ താല്പര്യത്തോടെ ആഗ്നസിനെ നോക്കിയ യുവാവ് അന്ധനായി. അർദ്ധപ്രാണനായ യുവാവിനെ ഒരു കൂട്ടർ കൊണ്ടുപോയി. തന്നെ വിവാഹം കഴിച്ചാൽ സ്വതന്ത്രയാക്കാമെന്ന് ന്യായാധിപൻ പറഞ്ഞു. എൻ്റെ മണവാളൻ ഈശോയാണെന്നാണ് ആഗ്നസ് മറുപടി പറഞ്ഞത്. അവസാനം മരണവിധി പ്രഖ്യാപിച്ചു. ആ കുഞ്ഞു കൈകളിൽ വെച്ച ആ കയ്യാമം ഊർന്നു പോയെങ്കിലും ആഗ്നസ് ആരാച്ചാരന്മാരെ സസന്തോഷം അനുഗമിച്ചു. ഒരു നിമിഷം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അനന്തരം വാളിനെ അവൾ കഴുത്ത് കാണിച്ചു. ഒരു വെട്ടിനെ കുഞ്ഞാടിന്റെ ശിരസ് നിലത്തു വീണു. എല്ലാ രാജാക്കന്മാരുടെയും നാവുകളും തൂലികകളും ഈ കന്യകകളുടെ സ്തുതികൾ പാടി. കന്യാത്വത്തിന്റെ മഹത്വത്തെ ഇവൾ രക്തസാക്ഷിത്വം കൊണ്ട് മകുടം ചാർത്തി. ഒരു ധീര രക്തസാക്ഷിയുടെ തിരുനാൾ ദിനത്തിൽ നമുക്ക് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ത്യാഗങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.